ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും രാവിലെ ഉണ്ടാക്കുന്ന ചപ്പാത്തി എന്തായാലും കുറച്ച് ബാക്കി വരാറുണ്ട്. ആ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് വൈകുന്നേരം നമുക്ക് നല്ല സ്നാക്കായാലോ. വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലം ഐറ്റമാണ് ഞാനിത് നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത്. ഇത് റെസിപ്പി നമുക്കൊരു 3-4 മിനിറ്റിൽ തന്നെ റെഡിയാകാൻ പറ്റും. എന്നാൽ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോകാം. അതിനായി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചപ്പാത്തിയാണ്. ഇന്ന് രാവിലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഒരു 5 ചപ്പാത്തി ബാക്കി വന്നിട്ടുണ്ട്. ആ ചപ്പാത്തി കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തീനെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തുവിടാനും വളരെ നല്ല ഒരു ഐറ്റമാണ്. എന്നും അതേ ചപ്പാത്തി കൊണ്ടുപോകാൻ കുട്ടികൾക്കൊക്കെ ബോറാകും. അതിന് പകരം നമുക്ക് ഇതേ ചപ്പാത്തീനെ ഒരു വെറൈറ്റി ആയിട്ട് നല്ലൊരു സ്നാക്കായിട്ട് ബോക്സിൽ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ബോക്സ് കാലിയാക്കി വീട്ടിൽ കൊണ്ടുവരും. നമ്മളെല്ലാം ചപ്പാത്തി ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമുക്ക് കടായിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൽ 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഈ കപ്പലണ്ടി ഒന്ന് മൂത്തതിന് ശേഷം എരിവിനനുസരിച്ച് 1-2 അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ആയതിന് ശേഷം നീളത്തിൽ അരിഞ്ഞ ഒരു മീഡിയം സൈസ് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ വഴറ്റാം. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വേവിച്ച സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇതിലൊരു ടീസ്പൂൺ ചാറ്റ് മസാല ചേർക്കാം. അതിനുശേഷം നമുക്കിത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളും സോസും ഒക്കെ ചപ്പാത്തിക്ക് പിടിക്കണം. ചാറ്റ് മസാല ഇടുമ്പോൾ ഇതിനൊരു നല്ല ചട്പട്ട ടേസ്റ്റ് കിട്ടും. അവസാനമായിട്ട് നമുക്കിതിൽ 2 ടേബിൾ സ്പൂൺ ഉള്ളിയില നാരങ്ങാ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഉള്ളിയില ഇല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് മല്ലിയില ചേർക്കാം. ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി റെഡിയായി. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ അടുത്ത റെസിപ്പിയായി വരുന്നതുവരെ ബൈ ഫ്രം സിമ്പിൾ കുക്കിംഗ് ലാബ്.